ഉളുപ്പുണ്ടോ സഖാവെ കുറച്ച് നിലപാടെടുക്കാൻ? എം സ്വരാജിന്റെ ഇരട്ടത്താപ്പുകളാണല്ലോ ഇപ്പോൾ ചർച്ച. സ്വന്തം മുറ്റത്ത് മിസൈൽ പതിക്കാത്തിടത്തോളം, സ്വന്തം വീട് തകരാത്തിടത്തോളം ചിലർക്ക് യുദ്ധം എന്നത് അതിർത്തിയിലെ പൂരമാണ്. സ്വന്തം കുഞ്ഞു കൊല്ലപ്പെടുന്നതുവരെ യുദ്ധം ആസ്വദിക്കുന്ന മാനസികാവസ്ഥയുള്ളവരെ കാലം തിരുത്തട്ടെ പോലും. പാകിസ്ഥാനിൽ നിന്ന് നടത്തുന്ന തീവ്രവാദി ആക്രമണങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ രാജ്യമാണ് നമ്മുടേത്, അല്ലെ? 170 പേര് കൊല്ലപ്പെടാനിടയായ ബോംബ് സ്ഫോടനം നമ്മൾ മറന്നു കാണില്ല. അതുപോലെ നമ്മുടെ സൈനികർക്ക് നേരെ നടത്തിയ തീവ്രവാദി ആക്രമണങ്ങളും ഈ അടുത്ത നാളിൽ പഹൽഗാമിൽ നടത്തിയ കൂട്ടക്കൊലകളും ഓരോ ഇന്ത്യക്കാരന്റെയും ഉള്ളിൽ വലിയ വേദനയോ സങ്കടവും ഉണ്ടാക്കിയ കാര്യമാണ്. ഈ തീവ്രവാദത്തെ കണ്ടില്ല എന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരാൾ എല്ലാ കാലവും അടിക്കുകയും മറ്റേയാൾ അടി വാങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അടിക്കുന്നവന് ആവേശം കൂടും. അതാണ് പാകിസ്ഥാനിലെ തീവ്രവാദി സംഘടനകൾക്ക് ആവേശമായി മാറിയത്. അതുകൊണ്ട് ഇന്ത്യ അതിശക്തമായി തിരിച്ചടിച്ചു. ഒരൊറ്റ സിവിലിയനെ പോലും കൊല്ലാതെ, പൊതുജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും വരുത്താതെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങൾ മാത്രമാണ് തകർത്തത്. അത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കാര്യം കൂടിയാണ്. പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ? ഇനി ഇതേ സ്വരാജിന്റെ ഹമാസിനെ കുറിച്ചുള്ള നിലപാട് എന്തായിരുന്നു? അവരെന്ത് തന്നെ ചെയ്താലും അവർ നിരപരാധികളാണ് പോലും. സ്വരാജെ, താങ്കൾ കിഫ്ബിർ ബിബാസ് എന്ന 9 മാസം പ്രായമുള്ള കുഞ്ഞിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 2023 ഒക്ടോബർ 7-ാം തീയതി താങ്കളുടെ ഈ പോരാളികൾ അവനെ അവന്റെ അച്ഛന്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തെ കൃഷിസ്ഥലത്ത് വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി 1.5 വർഷത്തോളം തുരങ്കത്തിലെ ഇരുട്ടറകളിലിട്ട് അവസാനം അവന്റെ കുഞ്ഞു കഴുത്ത് നിങ്ങളുടെ പോരാളികളായ ഹമാസിന്റെ കരാള ഹസ്തങ്ങളിൽ ഞെരിഞ്ഞമർന്ന് അവസാനം അവനെ ഒരു കൊച്ചു പെട്ടിയിലാക്കി പ്രതിഫലം വാങ്ങി കൊടുത്തുവിട്ടു. അവന്റെ സഹോദരൻ 4 വയസ്സുള്ള ഏരിയൽ ബിബാസിനെ കൊന്നുകളഞ്ഞു. അവന്റെ അമ്മ ഷീരി ബിബിസിനെ ബലാത്സംഗം ചെയ്തു കൊന്നു. ഇപ്പോഴെല്ലാം താങ്കൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു? അപ്പോൾ നിങ്ങൾക്ക് ആ യുദ്ധം അതിർത്തിയിലെ ഒരു പൂരം മാത്രമായിരുന്നു. ഹമാസ് എന്ത് ചെയ്താലും അതെല്ലാം ശരിയാണ് എന്ന് നിങ്ങൾ തന്നെ ഫേസ്ബുക്കിൽ പരസ്യമായിരുന്നു. അന്ന് താങ്കളുടെ മാനസികാവസ്ഥ ഏത് പൂരം ആസ്വദിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നറിഞ്ഞാൽ കൊള്ളാം. സ്വന്തം വീട്ടുമുറ്റത്ത് ഓടിക്കളിച്ചുകൊണ്ടിരുന്ന 3 വയസ്സുകാരി ആബിഗേലിനെ അവരുടെ മാതാപിതാക്കളെ കൊന്നിട്ട് തട്ടിക്കൊണ്ടുപോയപ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ആണല്ലോ ദഫ്ന ഏലിയാക്കിമിനെ, അവളുടെ സഹോദരി എല്ലാ ഏലിയാക്കിമിനെ താങ്കൾ ധീര പോരാളികൾ എന്ന് വിശേഷിപ്പിച്ച ഈ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? പിതാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ചിട്ട് ഹാഗർ എന്ന അമ്മയെയും അവരുടെ 8 വയസ്സുള്ള മകൻ യുവാലിനെയും 4 വയസ്സുള്ള മകൾ ഊരിയെയും മറ്റൊരു മകൾ ഒഫിയെയും തട്ടിക്കൊണ്ടുപോയി മാസങ്ങളോളം പീഡിപ്പിച്ചപ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ എന്താ അറിയാൻ താല്പര്യമുണ്ട്. കൃഷിസ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ പിടിച്ചുകൊണ്ടുപോയ ഒഫാർ കാൽദറോണിനും മക്കൾ ആരസ് കാൽദറോണിനും സഹർ കാൽദറോണിനും സ്വന്തം വീട്ടുമുറ്റത്ത് കൂടി നടക്കാൻ അവകാശമില്ലായിരുന്നു. അവരുടെ ആ അവകാശങ്ങൾ തകർത്തെറിഞ്ഞപ്പോൾ താങ്കളുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? താങ്കൾ പോരാളികൾ എന്ന് വിളിച്ച ഹമാസ് എന്ന തീവ്രവാദികളുടെ തലതൊട്ടപ്പന്മാരുടെ സ്വത്തുവിവര പട്ടിക കഴിഞ്ഞ വർഷം പുറത്തുവിട്ടിരുന്നു, കണ്ടിരുന്നുവോ? ഗസയുടെയും പാലസ്തീന്റെയും ഉൺട്ര ഫണ്ടുകളിൽ വരെ കൈയിട്ട് വാരിയത് തട്ടിയെടുത്ത് ശതകോടീശ്വരന്മാരായ ഇവന്മാരെ പോലുള്ളവരാണ് സ്വരാജിന്റെ വീരപുരുഷന്മാർ. പറഞ്ഞിട്ട് കാര്യമില്ല. വർഗസമരം എന്ന ഓമന പേരിട്ട് വിളിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നു തള്ളിയ ചരിത്രമുള്ള കമ്മ്യൂണിസമാണ് സ്വരാജിന്റെ വാടഹൗസ്. അതുകൊണ്ട് ഇതുപോലെ ഉളുപ്പില്ലായ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സോ നമ്മൾ യുദ്ധത്തിനൊപ്പമല്ല, സൈന്യത്തിനൊപ്പമാണ്, രാജ്യസുരക്ഷയ്ക്കൊപ്പമാണ്.